ഒരു പ്രവാചകന്റെ കാലഘട്ടത്തിലും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നിട്ടില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ആ അംബിയാ മുർസലീങ്ങളെയും ഈ ലോകത്ത് കടന്നു വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും പഠിപ്പിക്കലാണ് യഥാർത്ഥ റസൂൽ. അത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ബാക്കിയുള്ള മുഴുവൻ അംബിയാ മുർസലീങ്ങളും അത് ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരാകട്ടെ, അവർ പോലും ഈ പ്രവാചകന്റെ നായിബുകളാണ്, താൽക്കാലികമായ പകരക്കാരാണ്. യാഥാർത്ഥ്യത്തിലുള്ള പ്രവാചകൻ അത് മുഹ്സറഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. നമുക്കതാണ് കാണാൻ കഴിയുന്നത്. നമ്മുടെ വിഷയം അതല്ല, ചർച്ച അതിലേക്കല്ല പോകുന്നത്. ഒന്നാമതായി, ഈ പ്രപഞ്ചം പ്രതീക്ഷിക്കാൻ തുടങ്ങിയ കാലഘട്ടം വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ടായിരുന്നുവെങ്കിൽ, രണ്ടാമതായി മനുഷ്യയുഗം ഇവിടെ ആരംഭിക്കുമ്പോ ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന പ്രവാചകൻ തന്റെ മരണവേളയിൽ നിന്നുകൊണ്ട് മനുഷ്യകുലത്തിന്റെ ആദ്യ പിതാവ്, തന്റെ അരുമ മകനായിരുന്ന മഹാനായ ശീത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിരുത്തിയിട്ട് ശീത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞത് ലോകത്ത് രണ്ടാമത്തെ മുന്നറിയിപ്പാണ്. അന്നും പ്രപഞ്ചം ഈ പ്രവാചകനെ ഒന്നുകൂടി പ്രതീക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ബഹുമാന്യനായ ആദം അലൈഹിസ്സലാം ശീത്ത് അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഹദീസിലും തഫ്സീറുകളിലുമായി വിശാലമായി കിടക്കുന്ന ഒരു ചർച്ചയാണ്. ഫലമ്മാ ദക്കറത്തുല്ലാഹ്, മകനെ ശീതേ കാണുകയാണ്, ഇസ്മ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഒരു നാമം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മകനെ ശീതേ ഫഅക്സിർ ദിക്റാ, ആ പ്രവാചകന്റെ സ്മരണ നീ നിലനിർത്തണേ. റസൂലുള്ള ജനിച്ചിട്ടില്ല, സ്മരണ നിലനിർത്താൻ, ആ ദിക്റിനെ നിലനിർത്താൻ ആദം അലൈഹിസ്സലാം മകനായ ശീത്തിനോട് ഉപദേശിക്കുകയാണ്. ഫൈനൽ മലായിക, എന്തിനാണ് മോനെ നിന്നോട് ആ പ്രവാചകന്റെ സ്മരണ ജീവിതത്തിൽ നിലനിർത്താൻ ഞാൻ പറഞ്ഞതെന്നറിയുമോ? അത് നിന്റെയും എന്റെയും മാത്രം ഒരു ആരാധനയല്ല. ഫൈനൽ മലായികത തദ്കുറു അലാ സഅതിഹാ, അല്ലാഹുവിന്റെ പരകോടി മാലാകമാര് മുഴുവനും ആ പ്രവാചകന്റെ സ്മരണയിലൂടെ കടന്നു പോവുകയാണ്. നിരന്തരമായിട്ട് ആ പ്രവാചകനെ അനുസ്മരിക്കുകയാണ്. ശരിയല്ലയോ? പിൽക്കാലഘട്ടത്തിൽ ഖുർആൻ അത് ശരിവെച്ചില്ലയോ? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനു വസല്ലിമൂ തസ്ലീമാ. അർത്ഥമറിയാത്ത ആരുമില്ലല്ലോ. ആദം അലൈഹിസ്സലാം എന്ന് പറഞ്ഞു കൊടുത്ത ഉപദേശം അല്ലാഹു തആല പിന്നീട് ഖുർആനിലൂടെ മാലാകമാരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. ആ ഒരു തലമുറയും ലോകത്തിന്റെ നേതാവ്, കിഴക്ക് പടിഞ്ഞാറുകളുടെ രാജാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ നബിമാരുടെയും പറയാൻ നിന്നാൽ ഈ ഒരു സദസ് നമുക്ക് മതിയാവുകയില്ല. സുപ്രധാനമായത് മാത്രം പറയട്ടെയോ? അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു രാജാവുണ്ട്, നിങ്ങൾക്കറിയുമോ? തുബ്ബ എന്ന് പറയപ്പെടുന്ന ഒരു രാജാവിനെ കുറിച്ച്, അബൂ കർബ് അസ്അദ് എന്ന് പേരുള്ള ഒരു രാജാവിനെ കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അള്ളാഹുവിന്റെ ആയത്ത് പറയുകയാ, അഹും ഖൈറുൻ അം ഖൗമു തുബ്ബ, അഹും ഖൈറുൻ, ഒരു ജനതയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അല്ലാഹ് ചോദിക്കുന്നു, അഹും ഖൈറുൻ, ഈ ജനതയാണോ ഏറ്റവും നല്ലവർ? അന്ന് ഖൗമു തുബ്ബ, അതല്ല തുബ്ബ എന്ന് പറയുന്ന മഹാരാജാവിന്റെ ജനതയാണോ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലവർ എന്ന ഒരു ചോദ്യത്തിന് അല്ലാഹു തൊടുത്തു വിടുമ്പോ ആ രാജാവിന്റെ ചരിത്രം പറയലല്ല എന്റെ ലക്ഷ്യം, ആയത്തിനെ വിശദീകരിക്കലല്ല എന്റെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ഈ തുബ്ബ എന്ന് പറയുന്ന രാജാവ് മഹാനായ ഇമാമുന റാസി റഹ്മത്തുള്ളാഹി അലൈഹി, വിശ്വപ്രസിദ്ധനായ വിശ്വപ്രസിദ്ധ തഫ്സീറായിരുന്ന തഫ്സീറുർ റാസിയിൽ അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു ഹദീസ്,
അബൂ ഉബൈദ തങ്ങൾ പറയുകയാണ്, ഈ തുബ്ബ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ആ രാജാക്കന്മാർക്ക് മുഴുവനും പറയുന്നത് തുബ്ബ എന്നാണ്. യമൻ അടക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാരായിരുന്നു തുബ്ബ എന്നറിയപ്പെട്ടിരുന്നത്. കാന കുല്ലു വാഹിദും മിൻഹും യുസമ്മാ തുബ്ബ, ഓരോരുത്തരും തുബ്ബ എന്നാണ് അറിയപ്പെട്ടത്. പിന്തുടരപ്പെടുന്ന രാജാക്കന്മാരെന്ന അപരനാമത്തിലാണ് അറിയപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ഈ ദുനിയാവിന്റെ ആളുകള്, ദുനിയാവിന്റെ പിന്നാലെ പായുന്നവര്, കാനോ യത്തബിഊന, ആ രാജാവിന് അനുധാവനം ചെയ്യുന്നവരായിരുന്നു. എത്രത്തോളം എന്നറിയുമോ? അബൂ ഉബൈദ തങ്ങൾ പറയുകയാ, വമൗദിഉ തുബ്ബഇ ഫിൽ ജാഹിലിയ്യ, ജാഹിലിയ്യ കാലഘട്ടത്തിൽ തുബ്ബ എന്ന് പറയുന്ന രാജാക്കന്മാരുടെ സ്ഥാനമാനം എത്രയായിരുന്നെന്ന് നിങ്ങൾക്കറിയുമോ? വമൗദിഉൽ ഖലീഫത്തി ഫിൽ ഇസ്ലാം, ഇസ്ലാമിക ലോകത്ത് ഖലീഫമാർക്കുള്ള അബൂബക്കറിന് സിദ്ദീഖിനും ഉമർ ഇബ്നുൽ ഖത്താബിനും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലിയുൽ മുർത്തളായിക്കും റളിയല്ലാഹു അൻഹും അജ്മഈൻ, ആ മഹാന്മാർക്ക് ഖുലഫാഉർ റാഷിദുകൾക്ക് ഒരൊറ്റ ജുമുഅയിലും നമ്മൾ ആ പേരൊഴിവാക്കുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ആ ഖലീഫമാർക്ക് ഇസ്ലാമിക ലോകത്തുള്ള സ്ഥാനമാണ് തുബ്ബ എന്ന് പറയുന്ന രാജാക്കന്മാർക്ക് ജാഹിലിയ കാലഘട്ടം നൽകിയിരുന്നത് എങ്കിൽ മഹദിയായ ആയിഷ ബീബി പറയുകയാണ്, അതിൽ ഈ ഖുർആൻ പറയുന്ന തുബ്ബ ഉണ്ടല്ലോ, കാന റജുലൻ സ്വാലിഹാ, സ്വാലിഹായ ഒരു മനുഷ്യനാണ്, ഒരു മഹാനായ വ്യക്തിയാണ്. റസൂലുള്ള തന്നെ പറഞ്ഞില്ലയോ, ലാ തസുബ്ബു തുബ്ബ, തുബ്ബ എന്ന് പറയുന്ന രാജാവിനെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല. ഫഇന്നഹു കാന ഖദ് അസ്ലമ, ആ മനുഷ്യന് മുസ്ലിമാണ്, ആ മനുഷ്യൻ മുസ്ലിമാണ്, അത് അദ്ദേഹം പ്രവാചകനായിരുന്നോ അല്ലയോ എന്നതിനെ കുറിച്ച് എനിക്ക് അറിവ് ഇതുവരെ ലഭ്യമായിട്ടില്ല. നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല എന്ന് പറഞ്ഞ ഈ തുബ്ബ ആ മനുഷ്യന് കടന്നു വരികയാണ്. രാജ്യാന്തരങ്ങൾ മുഴുവനും കീഴടക്കിക്കൊണ്ട് എല്ലാ മേഖലകളെയും തന്റെ അധീനതയിൽ ആക്കിക്കൊണ്ട് ഏറ്റവും നന്മയുടെ വസന്തത്തിന്റെ പൂക്കൾ വിരിഞ്ഞെടുക്കുന്ന, പൂക്കളെ വിരിച്ചെടുക്കുന്ന രാജ്യങ്ങളാക്കി മാറ്റാൻ ഏറ്റവും നല്ല പടയോട്ടം നടത്തിയിട്ട് തുബ്ബ എന്ന് പറയുന്ന രാജാവ് അങ്ങ് ഒരു കാലഘട്ടത്തിൽ യസ്രിബ് എന്നറിയപ്പെട്ട, പിൽക്കാലഘട്ടത്തിൽ മദീനത്തു റസൂലില്ല, അള്ളാന്റെ റസൂലിന്റെ മദീന എന്നറിയപ്പെട്ട ആ നാട്ടിലേക്ക് കടന്നു വരികയാണ്. യസ്രിബിലേക്ക് കടന്നു വരുമ്പോ ആ യസ്രിബിലേക്ക് വരുന്ന ഭാഗത്ത് തന്നെ ഉഹദിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ട്, ഉഹദ് മലയുടെ ഭാഗത്ത് വെച്ചുകൊണ്ട് 350ഓളം ജൂതന്മാരെ വകവരുത്തേണ്ട സാഹചര്യം വന്നു. കാരണം എന്തെന്നറിയുമോ? ഇന്ന് ഇസ്രായേലുകാര് ഫലസ്തീൻകാരുടെ നെഞ്ചത്ത് കയറിയിട്ട്, നിങ്ങൾക്കറിയുമല്ലോ ജൂതന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? സ്വന്തമായിട്ടൊരു രാജ്യമില്ലാതിരുന്ന ജൂതന്മാര് ഫലസ്തീനിന്റെ നെഞ്ചത്ത് കയറിയിട്ട് ഇന്ന് ഒരു രാജ്യം സ്ഥാപിച്ചതുപോലെ അന്ന് തദ്ദേശീയരായിരുന്ന അന്നത്തെ മദീനയിലെ അഥവാ യസ്രിബിലെ സാധാരണക്കാരായ ജനങ്ങളെ അവരെ നശിപ്പിക്കാൻ, അവർക്കെതിരെ തിരിയാനുള്ള പുറപ്പാടുകൾ നടത്തുന്ന വിവരമറിഞ്ഞ് ആ ജൂതന്മാർക്കെതിരെ അഥവാ ഇന്ന് ഫലസ്തീനിന്റെ മണ്ണിൽ ബോംബുകളും ടാങ്കറുകളുമായി കടന്നു വന്ന, പീരങ്കികളുമായി കടന്നു വന്ന ഈ ജൂത പരിശകളുടെ പൂർവികന്മാർ, അവരിൽ 350 പേര് ഉഹദ് മലയുടെ സമീപത്ത് വെച്ച് വകവരുത്തിയിട്ട് യസ്രിബിനെയും തന്റെ അധീനതയിൽ കൊണ്ടുവരാൻ ഈ തുബ്ബ എന്ന് പറയുന്ന രാജാവ് കടന്നു വരുമ്പോ അല്ലാഹ് ശാമൂൽ എന്ന് പറയപ്പെടുന്ന ഒരു ക്രിസ്തീയ പുരോഹിതനിൽ നിന്നും പിൽക്കാലത്ത് വറഖത്ത് ബിൻ നൗഫലിനെ പോലെയുള്ള ക്രിസ്തീയ പുരോഹിതന്മാരെ പരിചയപ്പെട്ടവരാ നമ്മള്. അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി കാലം കാത്തിരിക്കുന്ന പ്രവാചകരാ നിങ്ങള്. ഈ മഴമേഘമുണ്ടല്ലോ, ഈ കാർമേഘമുണ്ടല്ലോ, നിങ്ങൾക്ക് തണലിട്ട് തന്നതൊരു അടയാളമാണെന്ന് പിൽക്കാലഘട്ടത്തിൽ പറഞ്ഞുപോയ വറഖത്ത് ബിൻ നൗഫലിനെ പോലെയുള്ള സെമിറ്റിക് മതങ്ങളുടെ അഥവാ ജൂതന്മാരും ക്രൈസ്തവന്മാരും കൊണ്ടു നടക്കുന്ന ജൂത ക്രൈസ്തവ മത
പുരോഹിതന്മാരുടെ കൈവശമുള്ള ഗ്രന്ഥങ്ങളിൽ വിശദമായ പഠനം നടത്തിയ ഷാമൂൽ എന്ന് പറയുന്ന ഒരു പണ്ഡിതനിൽ നിന്നും ഒരു ക്രിസ്തീയ പുരോഹിതനിൽ നിന്നും ഈ മദീന ഒരു വെറും മദീനയല്ല, നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോ ഈ മദീനയിലേക്ക് ഒരു വിളക്ക് കടന്നു വരാനുണ്ട്, ഒരു വല്ലാത്ത നായകന് കടന്നു വരാനുണ്ട്. ഇതങ്ങനെ ഉള്ള ഒരു നാടാണ്, പിടിച്ചടക്കപ്പെടേണ്ട ഒരു നാടല്ല എന്ന ചരിത്രം മനസ്സിലാക്കി ഒരു വേദ പണ്ഡിതനിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കിയിട്ട് തുബ്ബ എന്ന് പറയുന്ന രാജാവ് ആ പറയപ്പെട്ടതൊരു യാഥാർത്ഥ്യമാണെന്ന ബോധത്തോടെ അത് മനസ്സിലാക്കിയിട്ട് മദീനയെ പിടിച്ചടക്കാതെ അവിടെ നിന്ന് യാത്രയാവുകയാണ്. പ്രിയപ്പെട്ടവരെ, തുബ്ബ എന്ന് പറയുന്ന രാജാവ് യാത്രയാകും. മുഖത്തിന്റെ നേതാവ് അള്ളാന്റെ റസൂൽ എന്ന് ജനിച്ചിട്ടില്ല. അള്ളാന്റെ റസൂലിന്റെ വാപ്പയും ഉമ്മ 9.5 നൂറ്റാണ്ടുകൾക്കപ്പുറം നടക്കുന്ന സംഭവമാണ്. തുബ്ബ എന്ന് പറയുന്ന രാജാവ് അവിടെ നിന്നുകൊണ്ട് നൂറ്റാണ്ടുകൾക്കപ്പുറം പിറക്കാനിരിക്കുന്ന വല്ലാത്ത പ്രവാചക പ്രവീണർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി എഴുതി വെക്കുകയാണ്, ഒരു കത്തെഴുതുകയാണ്. മിൻ തുബ്ബഇൻ ഇലാ മുഹമ്മദ് റസൂലില്ലാഹ്. തുബ്ബ എന്ന് പറയുന്ന വിനീതനായ രാജാവിൽ നിന്നും ലോകമടക്കി ഭരിക്കാൻ കാത്തിരിക്കുന്ന, ലോകമടക്കി ഭരിക്കാൻ കടന്നു വരുന്ന പ്രവാചക പ്രവീണരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എന്നാ മുഖം പറഞ്ഞിട്ട് അമ്മാ ബഅദ് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതുകയാണ്. നബിയേ ആമന്തു ബിക, അങ്ങയെ കൊണ്ട് ഞാനിതാ വിശ്വസിക്കുകയാണ്, ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് മുഅ്മിനാവുകയാണ്. വബി കിതാബിക, അങ്ങ് കൊണ്ടുവരാൻ പോകുന്ന ഒരു വേദഗ്രന്ഥം ഞാൻ ഇവിടുത്തെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയാണ്, ആ വേദഗ്രന്ഥം കൊണ്ടും ഞാനിതാ വിശ്വസിക്കുകയാണ്. പ്രവാചക, ഫഇന്നദ്റതുക, ഒരു പക്ഷേ ഞാൻ അങ്ങ് എത്തിച്ചു പോയാൽ ഫബിഹാ ഫനുഇംതു, അതിന്റെ ജീവിതത്തിന്റെ അസുലഭമായ ഒരു മുഹൂർത്തമാണ്, ഞാൻ അനുഗ്രഹീതനാണ്. പക്ഷേ നബിയേ വഇല്ലം നുദ്രിക, ഒരു പക്ഷേ അങ്ങയെ കണ്ടുമുട്ടാൻ എനിക്ക് ആയുസ്സുണ്ടായില്ല എങ്കിൽ, അങ്ങ് കടന്നു വരും മുമ്പ് ഞാൻ അങ്ങ് മരണപ്പെട്ടാൽ ഫസ്ഫലി, എനിക്ക് വേണ്ടി അങ്ങ് ശുപാർശ ചെയ്യണേ നായക. വലാ തൻസിനി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നെ മറക്കല്ലേ നബിയേ. കാരണം എന്തെന്നറിയുമോ? വബായഅതുക ഖബ്ല മജീഇക, അങ്ങ് കടന്നു വരുന്നതിനു മുമ്പേ അങ്ങയെ കൊണ്ട് ഞാനിതാ ബൈഅത്ത് ചെയ്യുന്ന പ്രവാചക, ഉടമ്പടി ചെയ്യുന്ന പ്രവാചക. വഅനാലാ മില്ലതിക, ഞാൻ അങ്ങയുടെ മില്ലത്തിലാണ്. വമില്ലത്തി അബീക ഇബ്രാഹീം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിലുമാണ്. ആ ചര്യ ഞാൻ അനുധാവനം ചെയ്യുകയാണ്. അതുകൊണ്ട് നായക, എന്നെ മറന്നു പോകാൻ പാടില്ല എന്ന് 950 വർഷങ്ങൾക്കപ്പുറം ആ മദീന എന്ന് പറയുന്ന നാടിന് കൈമാറിയിട്ട് തുബ്ബ മടങ്ങുമ്പോ, പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂലായി കഴിയുന്ന ഘട്ടത്തില് 40ന്റെ പിറകണുമ്പോ 40 വയസ്സിലേക്ക് കടന്നു വരുമ്പോ യസ്രിബ് നിവാസികളിൽ നിന്ന് തലമുറകൾ കൈമാറി ആ കത്തമുത്തു റസൂലിൽ എത്തിയ സംഭവമുണ്ടല്ലോ, വിശ്വപ്രസിദ്ധമാണ്, ചരിത്ര രേഖകളിൽ കോറിയിടപ്പെട്ട യാഥാർത്ഥ്യമാണ്. അന്നും ലോകം പ്രതീക്ഷിക്കുകയാണ്, ഈ പ്രപഞ്ചമഖിലം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു നായകന് വേണ്ടി കാത്തിരിക്കുകയാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇതുപോലെ നമുക്ക് പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. നജാശിയുടെ സംഭവങ്ങൾ ഒരുപാട് പറഞ്ഞ് സമയം കളയാൻ താല്പര്യപ്പെടുന്നില്ല.
ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ ഹിർക്കൽ ചക്രവർത്തി ദാനിയേൽ പ്രവാചകന്റെ സമക്ഷത്ത് നിന്നും കൊണ്ടുവന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് മൂസാ നബിക്ക് തോറ നൽകപ്പെട്ടപ്പോ, തൗറാത്ത് നൽകപ്പെട്ടപ്പോ ശിലാഫലകത്തിൽ നൽകപ്പെട്ടതുപോലെ ആദം അലൈഹിസ്സലാമിന്റെ അഭ്യർത്ഥന മാനിച്ചിട്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് കടന്നു വരാൻ പോകുന്ന മുഴുവൻ അംബിയാ മുർസലീങ്ങളുടെയും ചിത്രങ്ങളെ അല്ലാഹു തആല നൽകി. അത് ദാനിയേൽ പ്രവാചകനിൽ നിന്ന് കൈമാറി വന്നത് ഹിർക്കൽ എന്ന് പറയുന്ന രാജാവ് അത് സൂക്ഷിച്ചു വെച്ചത്. മദീനയിൽ നിന്ന് സ്വഹാബത്ത് അവിടേക്ക് കടന്നു പോകുമ്പോ ഈ ഫോട്ടോകൾ ആ സ്വഹാബത്തിന് ഹിർക്കൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹെറാക്ലിയസ് എന്നറിയപ്പെട്ട, അല്ലെങ്കിൽ ഹെർക്കുലീസ് എന്നറിയപ്പെട്ട ആ രാജാവ് എടുത്തു കാണിച്ചു കൊടുത്ത സംഭവവും പ്രസിദ്ധമാണ്. ഇങ്ങനെ ആഗോളതലത്തിൽ മുന്നറിയിപ്പുകൾ നൽകപ്പെടുമ്പോ പ്രതീക്ഷയോടെ ലോകം ഒരു വിമോചകനെ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനാണ് ഇവരൊക്കെയും ഈ പ്രവാചകനെ മനസ്സിലാക്കിയത്? ശാമൂലിൽ നിന്ന് ഈ വ്യക്തി മനസ്സിലാക്കുമ്പോൾ എവിടെയാണ് ഇത് ഉൾപ്പെട്ടു പോയത്? നമുക്കറിയാം, സെമിറ്റിക് മതങ്ങളിൽപ്പെട്ട മതങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്നും, അഥവാ ബൈബിളും തൗറാത്തും ഇഞ്ചീലും അടക്കമുള്ള ബൈബിളിന്റെ പഴയതും പുതിയതുമായ നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പറയപ്പെട്ടത് കാലം ഇത്രയേറെ കഴിഞ്ഞിട്ടും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന നാമത്തിലേക്കുള്ള സൂചനകളടക്കം ആ തൗറാത്തിലും ഇഞ്ചീലിലുമായി വിശാലമായി പരന്നു കിടക്കുന്ന ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ വിചാരിച്ചത് ഖുർആനിൽ മാത്രമാണ് ഈ വിശ്വപ്രവാചകനുള്ളതല്ല. ലോകത്തുള്ള സെമിറ്റിക് മതങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടേക്ക് വരട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ബൈബിൾ ഒന്ന് പരിശോധിച്ചു നോക്കൂ. ആ ബൈബിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, അതിൽ തന്നെ ബൈബിളിന്റെ പഴയ നിയമമായ ആ പഴയ നിയമത്തിൽപ്പെട്ട യെശയ്യാവിന്റെ പുസ്തകത്തിൽ, ആ യെശയ്യായിൽ 42-ാം അധ്യായമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കണം. ഇതാ, ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്തവൻ, എന്റെ പ്രിയപ്പെട്ടവൻ. റസൂലുള്ളാഹിനെ പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാം എങ്ങനെ അഭിസംബോധന ചെയ്തോ, അറബ് ബൈബിളിലേക്ക് കടക്കുമ്പോ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അൽ മുസ്തഫ എന്ന് പറയുന്ന രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന, കാണാൻ കഴിയുന്ന വിശേഷണങ്ങൾ പറഞ്ഞിട്ട് ബൈബിൾ തന്നെ പറയുകയാണ്, ആ കടന്നു വരാൻ പോകുന്നവൻ അവൻ നിലവിളിക്കയില്ല, അവൻ വിലപിക്കുകയില്ല, സ്വരമുയർത്തുകയില്ല, തെരുവിൽ തന്റെ സ്വരം കേൾപ്പിക്കുകയില്ല, നിലവിളിക്കുകയില്ല എന്ന് യെശയ്യാവിന്റെ പുസ്തകം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് യേശുവിനെ കുറിച്ചാണ്, ഈസാ നബിയെ കുറിച്ചാണെന്ന് കാലഘട്ടത്തിൽ നിന്ന് വാദിക്കുമ്പോ നമ്മൾ പഠിക്കണം. അവൻ സ്വരമുയർത്തുകയില്ല, അവൻ നിലവിളിക്കുകയില്ല എന്ന് പറയപ്പെടുന്നത് ബൈബിൾ തന്നെ പറയുമ്പോ, അതേ ബൈബിളിന്റെ മറ്റൊരു ഭാഗം പരിശോധിച്ചാൽ യേശു എന്ന് പറയുന്ന ദൈവമായും ദൈവപുത്രനായും പ്രവാചകനായും ഒക്കെ അറിയപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് മറ്റൊരിടത്ത് ബൈബിൾ പറഞ്ഞത് എന്താണ്? മത്തായിയിൽ നോക്കുമ്പോ 27 മുതൽ 46 വരെയുള്ള ഭാഗം പരിശോധിക്കുമ്പോ നമുക്കതിൽ കാണാം, 9-ാം മണി നേരത്തേക്ക്, അഥവാ യേശുവിനെ തൂക്കിലേറ്റുന്ന സാഹചര്യം പരിചയപ്പെടുത്തുകയാണ്. അതിന്റെ 9-ാം മണി നേരമാകുമ്പോ പ്രഭാതം പൊട്ടിവിടർന്ന് 9-ാം മണി നേരം യേശു നിലവിളിച്ചു, ഏലി ഏലി ലമ്മാ ശബക്താനി, ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് യേശു ഉറക്കെ നിലവിളിച്ചു എന്ന് ബൈബിൾ തന്നെ പ്രസ്താവിക്കുന്നുണ്ട്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ നീ കൈവിട്ടതെന്തിന്? എന്റെ ദൈവമേ, എന്നെ നീ കൈവിട്ടതെന്തിന് എന്ന് യേശു പ്രവാചകൻ നിലവിളിച്ചതായി ബൈബിൾ പറയുമ്പോ, ആ പറയപ്പെട്ട വരികൾ അയാൾ ഹിതനായിരുന്നു. മൂസാ നബി കുടുംബ ജീവിതം നയിച്ച പ്രവാചകനാണ്. ഈസാ നബി കുടുംബ ജീവിതം നയിച്ചിട്ടുണ്ടോ? ഒരു ഭർത്താവായിട്ടുണ്ടോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നത് പലായനം നടത്തിയ വ്യക്തിയാണ്. യേശു പലായനം നടത്തിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാം സ്വാഭാവികമായ മരണം വരിച്ചവരാണ്. ഇവിടെ സാദൃശ്യമാകുന്നത് ആരാണ്? യേശു എന്ന് പറയുന്ന പ്രവാചകനാണോ? അതല്ല, മക്കയുടെ അറേബ്യയുടെ മണ്ണിൽ ഉദയം ചെയ്ത ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുന്ന് സ്വാഭാവികമായ ജനനത്തിന്റെ ഉടമയാണ്. വിവാഹ ജീവിതം നടത്തിയയാളാണ്, ഭർത്താവാണ്, വാപ്പയായയാളാണ്, സ്വാഭാവികമായ മരണം വരിച്ചയാളാണ്. ഒരു കാലഘട്ടത്തിൽ ഒരു ഖിബ്തിയെ വധിച്ചതിന്റെ പേരിൽ രാജ്യം വിട്ട് പലായനം നടത്തിയിട്ട് വർഷങ്ങൾക്ക് ശേഷം സ്വരാജ്യത്തേക്ക് തന്നെ മടങ്ങി വന്ന വ്യക്തിപ്രഭാവമായിരുന്നു മൂസാ നബി അലൈഹിസ്സലാം. ഇവിടെ ആ മൂസാ നബിയോട്, നിന്നെ പോലെ ഒരു പ്രവാചകനെ അവരിൽ നിന്ന് ഞാൻ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് പറയുമ്പോ ഇത് ഈസാ നബിയെ കുറിച്ചാണ് എന്ന് എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക? പ്രിയപ്പെട്ടവരെ, ഇത് ആരെ കുറിച്ചാണ് അല്ലാഹു തആല ഈ പറയുന്നത്, അല്ലെങ്കിൽ ബൈബിളിൽ ചർച്ച ചെയ്തു വെക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറയുമ്പോ, അതുപോലെ ക്രൈസ്തവ മതം വിട്ടാൽ, അതുപോലെ ജൂത മതത്തിലേക്ക്
പള്ളിയിലേക്ക് എടുത്താൽ നമുക്കറിയാം ബൈത്തുൽ മുഖദ്ദസ് ഇന്ന് ഏറ്റവും വലിയ അക്രമങ്ങൾക്കിരയായി കൊണ്ടിരിക്കുന്ന ഒരു നാടും ആ നാടിന്റെ മണ്ണും ആ മണ്ണിലെ പള്ളിയും പ്രിയപ്പെട്ടവരെ ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് ചെന്നാൽ നമുക്ക് കാണാമല്ലോ വിലാപ മതിൽ എന്നറിയപ്പെടുന്ന ഒരു ചുമര്. അതിന്റെ സമീപത്താണ് ഹബീബായ തങ്ങൾ തന്റെ ബുറാഖ് എന്ന വാഹനത്തെ തളച്ചിട്ട ഭാഗമുള്ളത്. അവിടെ ഒരു ചുമരുണ്ട്. അവിടെ ഇന്ന് അതിനെ അറിയപ്പെടുന്നത് വെസ്റ്റേൺ വാൾ എന്ന് പറയപ്പെടുന്ന അതിനെ ഇന്നറിയപ്പെടുന്നത് വിലാപ മതിൽ എന്നാണ്. ആ വിലാപ മതിലിൽ വന്നു നിന്നുകൊണ്ട് ഇന്നും ജൂത പണ്ഡിതന്മാർ അവിടെ പ്രാർത്ഥിക്കുന്നത് എന്താണ്? അവരുടെ തൗറാത്ത് എടുത്ത് മുന്നിൽ വെച്ച് നെറ്റിത്തടം വെച്ചിട്ട് സുജൂദിൽ ഏർപ്പെട്ടിട്ട് സുജൂദിലേക്ക് വീണുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് അവർ നടത്തുന്ന പ്രാർത്ഥന എന്താണ്? ആ വിലാപ മതിൽ പറയട്ടെ, മേക്കുല്ലോ മുഹമ്മദി സേദോദി സറായി ബനു തരൂശലായി. അവർ പാടുന്നത് അങ്ങനെയാണ്. അവിടെ ഇന്നും പാടുകയാണ് മേക്കുല്ലോ മുഹമ്മദി സേദോദി സറായി ബനു തരൂശലായി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സിഹാഹു സിത്തയിലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ എങ്ങനെയാണോ അവിടുത്തെ ഗുണവിശേഷണങ്ങൾ പറഞ്ഞത് അതുപോലെയുള്ള ഗുണവിശേഷണങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് മേകുല്ലോ മുഹമ്മദി അല്ലാഹുവിന്റെ റസൂലിന്റെ നാമം പറഞ്ഞ് ഇന്നും ജൂത പണ്ഡിതർ വാഴ്ത്തി പറയുകയാണ്. അവർ വിശ്വസിക്കുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ആഗോള ചക്രവർത്തി രചിച്ചത് എന്ന് അവിടുന്ന് രചിച്ചത് എന്ന് ജൂതന്മാർ ഇന്നും വിശ്വസിക്കുന്ന ഷേർ ഹസേറീം എന്ന് പറയുന്ന ആ ഷേർ ഹസേറീം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഈ വാചകം എടുത്തു വെച്ചുകൊണ്ട് അവർ പ്രാർത്ഥന നടത്തുമ്പോ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ സെമിറ്റിക് മതങ്ങളായി അറിയപ്പെട്ട പഴയകാല മതങ്ങൾ മുഴുവനും പഴയകാല മനുഷ്യർ മുഴുവനും ലോകം മുഴുവനും ഈ പ്രവാചകനെ പ്രതീക്ഷിക്കുകയാണ്. പ്രവാചകന്റെ നാമം വിളിച്ചു പറയപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്റെ ജനനത്തിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് ഈ ലോകത്ത് വരവറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നോക്കുമ്പോ സെമിറ്റിക് മതങ്ങളെ മാത്രമാണോ? നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് നമ്മളൊന്ന് കടന്നു വന്നാൽ, രാജ്യത്തിലൂടെ നമ്മളൊന്ന് കണ്ടോടിച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ മതമാണ് ഹൈന്ദവ മതം, സനാതന ധർമ്മം. അതൊരു മതമല്ല, സനാതന ധർമ്മമാണ്. ഏതോ ആകട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചർച്ച അതല്ല. ഹൈന്ദവ മതത്തിൽ ഒരുപാട് വേദങ്ങളെയും ഒരുപാട് വേദഗ്രന്ഥങ്ങളെയും പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വേദങ്ങളിൽ തന്നെ ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും തുടങ്ങിയിട്ടുള്ള വേദങ്ങൾ, അതുപോലെ തന്നെ പുരാണങ്ങൾ, ധാരാളം പുരാണങ്ങൾ. ആ പുരാണങ്ങൾ കൂടാതെ ഇതിഹാസങ്ങൾ, ഇങ്ങനെ ധാരാളം നമുക്ക് കാണാനും വായിക്കാനും പരിചയപ്പെടാനും കഴിയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ഈ പുരാണങ്ങളിലൂടെ ഈ ഇതിഹാസങ്ങളിലൂടെ ഈ വേദങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിൽ തന്നെ പ്രിയപ്പെട്ടവരെ, ഭവിഷ്യൽ പുരാണം നിങ്ങൾക്കറിയുമല്ലോ. പ്രസിദ്ധനായ വ്യാസമഹർഷി ആചാര്യനും അവതാരവുമായി ലോകത്തറിയപ്പെട്ട വ്യാസമഹർഷി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ, ആ മനുഷ്യൻ എഴുതി വെച്ചതാണ് ഭവിഷ്യൽ പുരാണം. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, ആ 5-ാം വാചകത്തിൽ അദ്ദേഹം പറയുകയാണ്, ഏതസ്മിന്നന്തരെ മ്ലേച്ഛാചാര്യണ്യ സമന്വിത മഹാമത ഇതിഖ്യാത ശിഷ്യശാഖാ സമന്വിതം ലിംഗച്ഛേദി ശിഖാഹീന ശ്മശ്രുധാരി സദുശക ഉച്ചാലപി സർവഭക്ഷി ഭവിഷ്യതി ജനമോ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരുപാട് വരികൾ ആരെക്കുറിച്ചാ പറയുന്നതെന്നറിയുമോ? വ്യാസമഹർഷി തന്റെ ഭവിഷ്യൽ പുരാണത്തിൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോ ആ മനുഷ്യൻ തന്റെ ഭാവി കാര്യങ്ങളുടെ പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഏതസ്മിന്നന്തരേ മ്ലേച്ഛാചാര്യണ്യ സമന്വിത മഹാമത ഇതിഖ്യാത ശിഷ്യശാഖാ സമന്വിത. ഒരു മനുഷ്യൻ ഇവിടെ പിറവിയെടുക്കുന്നതാണ്. തന്റെ ശിഷ്യന്മാരോടൊപ്പം അദ്ദേഹത്തിന്റെ നിയമനങ്ങൾ മുഴുവനും ആഗോള തലത്തിൽ പുറപ്പെടുവിക്കുന്നതാണ്. ആ സമൂഹത്തിന്റെ ആ കടന്നു വരാൻ പോകുന്ന മഹാമതി എന്ന് പറഞ്ഞ മനുഷ്യന്റെ വിശേഷണം പോലും വ്യാസമഹർഷി പറയുകയാണ്. ആ നായകനങ്ങളുള്ള നായകനാണ്. ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്താണ്? ലിംഗച്ഛേദി ശിഖാഹീന ശ്മശ്രുധാരി സദുശക ഉച്ചാലഭി സർവഭക്ഷി ഭവിഷ്യതി ജനമാ. അദ്ദേഹം പറയുകയാണ്,
ലിംഗച്ഛേദി. അവർ മാർക്ക കല്യാണം നടത്തുന്നവരാണ്, സുന്നത്ത് കല്യാണം, ലിംഗം ഛേദിക്കുന്നവരാണ്. അതിനെ ഒരു പ്രായത്തിൽ നിന്നുകൊണ്ട് മുറിക്കേണ്ടതുപോലെ മുറിച്ച് സൂക്ഷിക്കുന്നവരാണ്, വൃത്തിയുള്ളവരാണ്. ലിംഗച്ഛേദി ശിഖാഹീന, അവർ കുടുമ ധരിക്കുന്നവരല്ല. ബ്രാഹ്മണന്മാര് ധരിക്കും പോലെ അവർ കുടുമ ധരിക്കുന്നവരല്ല. അതുപോലെ തന്നെ ശ്മശ്രുധാരി, അവർ താടി ധരിക്കുന്നവരാണ്. താടി അവരുടെ മതത്തിൽ, അവരുടെ ആശയത്തിൽ, അവരുടെ നിയമനിർമ്മാണത്തിൽ സുപ്രധാനമായ ഒരു ഘടകമാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് പറയുന്ന ഉച്ചാലബി, ഉച്ചത്തിൽ അവർ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ്. വലല്ലാലീൻ എന്ന് ഇമാം പറഞ്ഞാൽ ആമീൻ എന്ന് പറയുന്ന ഒരു സമൂഹമാണ് നമ്മൾ. നമുക്കറിയാം ഉച്ചത്തിൽ ആരാധനാ കർമ്മങ്ങളിൽ ബന്ധപ്പെടുന്നവർ, സർവഭക്ഷി, സർവ്വതും ഭക്ഷിക്കുന്നവർ. അവര് സസ്യത്തെ മാത്രമല്ല ഭക്ഷിക്കുക, മൃഗങ്ങളെയും ഭക്ഷിക്കുന്ന, എല്ലാത്തിനെയും ഭക്ഷിക്കാൻ അനുവാദമുള്ള ഒരു സമൂഹമാണ് അവരെന്ന് പറഞ്ഞുകൊണ്ട് വ്യാസമഹർഷി തന്റെ ഭവിഷ്യൽ പുരാണത്തിൽ വിശാലമായി കൊണ്ട് ലോകൈക ഗുരുവായ അസ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയാണ് പറയാനുള്ളത്? നമുക്കറിയുമല്ലോ, കൽക്കി എന്ന് പറയുന്ന അവതാരം പ്രസിദ്ധനായ അവതാരമാണ്. ഈ അടുത്ത് കൽക്കിയുടെ ഒരു സിനിമ വരെ ഇറങ്ങി അല്ലെ, കന്നഡയിൽ നിന്നോ ബോളിവുഡിൽ നിന്നോ. കൽക്കി എന്ന് പറയുന്ന ഇതിൽ കൽക്കി 3900 എത്രയോ പറഞ്ഞുകൊണ്ട് ഒരു വർഷം ഇട്ടിട്ട് ഒരു സിനിമ തന്നെ ഈ അടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവതാര പുരുഷനായി അറിയപ്പെടുന്ന കൽക്കി പുരാണം ഹൈന്ദവ മതത്തിലെ സുപ്രധാനമായ ഒരു വിഷയമാണ്. ആ കൽക്കി പുരാണം, കൽക്കി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ കൽക്കി എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് കൽക്കി പുരാണം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നെങ്കിൽ ആ യാഥാർത്ഥ്യത്തിനെ നമുക്ക് കൂട്ടിമുട്ടിക്കാൻ കഴിയുന്നത് എവിടെയാണെന്ന് കൂടി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ആ കൽക്കിയെ കുറിച്ച് പറയുമ്പോൾ ഇത് എന്റെ വാക്കുകളല്ല, അല്ലെങ്കിൽ ഒരു മതപണ്ഡിതൻ, ഒരു ഇസ്ലാമിക പണ്ഡിതൻ എഴുന്നേറ്റ് നിന്ന് വളച്ചൊടിച്ച് പറയുകയാണെന്ന് ഒരാളും പറയണ്ട. അലഹബാദ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറായ ബംഗാളി ബ്രാഹ്മണനായിരുന്ന വേദപ്രകാശ് ഉപാധ്യായ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം പണ്ഡിറ്റാണ്, അദ്ദേഹം ബ്രാഹ്മണനാണ്, അലഹബാദ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറാണ്. ആ മനുഷ്യൻ തന്റെ കൽക്കി പുരാണം എന്ന് പറയുന്ന ഒരു കൃതി രചിച്ചിട്ടുണ്ട്. ആ കൽക്കി പുരാണത്തിൽ പറയപ്പെട്ടിട്ടുള്ള കൽക്കി എന്ന് പറയുന്ന അവതാരത്തിന്റെ പ്രത്യേകതകൾ എവിടെയാണ് യോജിക്കുക എന്ന് വേദപ്രകാശ് ഉപാധ്യായ കൃത്യമായി രേഖപ്പെടുത്തുന്നത്, അടയാളപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ സമർത്ഥനങ്ങൾ ധാരാളമാണ്, ഇതെന്റെ സമർത്ഥനമല്ല. ആ മനുഷ്യൻ പറയുകയാണ്, അവിടെ കൽക്കി എന്ന് പറയുന്ന ഒരു അവതാരത്തിനെ കുറിച്ച് പറയുമ്പോ ആ കൽക്കി എന്ന് പറയുന്ന അവതാരത്തിൽ പറയപ്പെടുന്ന മുഴുവൻ വിശേഷണങ്ങളും സമ്മേളിക്കുന്നത് ഒരൊറ്റ വ്യക്തിയിലാണ്, അറേബ്യയുടെ നായകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണ്. നിങ്ങൾ നോക്കൂ, ആ കൽക്കിയുടെ വിശേഷണങ്ങൾ, ആ കൽക്കിയെ കുറിച്ച് ഒന്നാമതായി പറയുന്നത് വിഷ്ണു പുരാണത്തിലും കൽക്കി പുരാണത്തിലും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും പറയുമ്പോ സ്വച്ഛന്ത പ്രോപ്സലൻ കൽക്കി വിഷ്ണു പ്രകാശമായ പ്രഭാതാർക്ക ഇമാസ്തുവ, ഒരു പ്രകാശത്തെ പോലെ, ഒരു അർക്കനെ പോലെ മ്ലേച്ഛദേശം തീണ്ടാത്ത ശാന്തി സുന്ദരമായ ഒരു ദേശത്തിന്റെ ഉദയവുമായി കൽക്കി പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞു തുടങ്ങുമ്പോ കൽക്കിയുടെ വർണ്ണങ്ങൾ, കൽക്കിയുടെ ഓരോ വിശേഷണങ്ങളും എടുത്തുദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. ആ കൽക്കിയുടെ ജന്മത്തിനു മുമ്പ് പിതാവ് മരിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ പിതാവ് ജനനത്തിനും 1 വർഷം മുമ്പ് മരണപ്പെട്ടത്, ജനിക്കുന്നതിനും 6 മാസം മുമ്പ് മരണപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയുമല്ലോ പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ ആ കൽക്കിയുടെ മാതാവ് കൽക്കി ജനിച്ചതിന് ശേഷം മരണപ്പെടും. ആമിന ബീവി റസൂലുള്ളാഹിക്ക് 6 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ട ചരിത്രം ഇവിടെ സുപ്രസിദ്ധമാണ്. അതുപോലെ തന്നെ കൽക്കിയെ കുറിച്ച് പറയുന്നത് കൽക്കിയുടെ പിതാവിന്റെ നാമം വിഷ്ണു ഭഗത എന്നാണ്. വിഷ്ണു ഭഗത എന്ന് പറഞ്ഞാൽ വിഷ്ണു യാശി എന്നും വിഷ്ണു ഭഗത എന്നും പറയുന്നുണ്ട്. 2 പേരുകളും പറയുന്നുണ്ട്, രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. വിഷ്ണു യാശി എന്ന് പറഞ്ഞാലും വിഷ്ണു ഭഗത എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്നാണ്. കാരണം വിഷ്ണു എന്ന് പറഞ്ഞാൽ വൈഷ്ണവ മതപ്രകാരം ഏകദൈവത്തിന്റെ നാമമാണ്. വൈഷ്ണവ മതപ്രകാരം ഏകദൈവത്തിന്റെ നാമമാണ്.
വിഷ്ണു എന്നുള്ളത്. പിന്നെയുള്ളത് ഭഗത് എന്നതാണ്. ഭഗത് എന്നതിന്റെ അർത്ഥം ദാസൻ എന്നാണ്. ഇവിടെ ഏകദൈവത്തിന്റെ ഇസ്ലാമിക നാമം അല്ലാഹു എന്നതാണ്. ഭഗത് അഥവാ ദാസൻ എന്നതിന്റെ അറബി നാമം അബ്ദ് എന്നതാണ്. ദാസൻ ആർക്കും ഡിക്ഷണറി പരിശോധിച്ചാൽ മനസ്സിലാകും. ഇവിടെ വിഷ്ണു ഭഗത എന്ന് പറയുമ്പോ അല്ലെങ്കിൽ വിഷ്ണു യാശി എന്ന് പറയുമ്പോ അതേ പേര് തന്നെയല്ലയോ? അഥവാ ദൈവദാസൻ. അറബിയിലേക്ക് അതിനെ വിവർത്തനം ചെയ്താൽ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മാതാവിന്റെ പേര് സുമതി എന്നാണ്. കൽക്കി പുരാണത്തിൽ കാണാം. സുമതി എന്നാണ്. സൗമ്യവതി എന്ന ആശയം വരുന്ന ഈ സുമതി, സൗമ്യവതി എന്ന ആശയം വരുന്ന ഈ പദം, അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ശാന്തത അല്ലെങ്കിൽ ശാന്തി എന്നൊക്കെയാണ്. നമുക്കറിയാം മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ മാതാവിന്റെ പേരെന്താണ്? ആമിന എന്നതാണ്. ആമിനയുടെ ഡിക്ഷണറി പരിശോധിച്ചു നോക്ക്. നിർഭയത്വമുള്ളവൾ, ഭയമില്ലാത്തവൾ, ശാന്തതയുള്ളവൾ, സമാധാനമടഞ്ഞവൾ എന്നല്ലയോ ആമിനയുടെ അർത്ഥത്തിനെ ഡിക്ഷണറികൾ പരിചയപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, സുമതി എന്നാണെന്ന് പറയുമ്പോ സംസ്കൃതത്തിൽ രചിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ അറബിയിലേക്ക് അതിനെ വിവർത്തനം ചെയ്താൽ ആമിന എന്നല്ലാതെ മറ്റെന്താണ് നമുക്കവിടെ പറയാൻ കഴിയുക? കൽക്കി അവതരിക്കുക ഒരു മണൽ ദ്വീപിലാണ്. നമുക്കറിയാം മുത്തു റസൂലിന്റെ പിറവി ഏത് നാട്ടിലാണ്? ഏത് മണലാരണ്യത്തിലാണ്? പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ മാധവ മാസത്തിന്റെ ആദ്യ പകുതിയിലാണ് കൽക്കിയുടെ ജനനം എന്ന് നമുക്ക് കാണാം. അതുപോലെ റബീഉൽ അവ്വൽ മാസത്തിന്റെ ആദ്യ പകുതിയായ 12-നാണ്, ചന്ദ്രമാസമായ റബീഉൽ അവ്വൽ 12-നാണ് ലോകത്തിന്റെ നേതാവ് ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നത് എന്ന് മാത്രമല്ല, അതുപോലെ കൽക്കി പുരാണം നോക്കിയാൽ കാണാം യുദ്ധക്കളത്തിൽ മാലാകമാരാൽ ആ മനുഷ്യൻ സഹായിക്കപ്പെടുന്നതാണ്. ബദറിന്റെ പടയോട്ട മണ്ണ് നിങ്ങളൊന്ന് എടുത്തു നോക്കണം. ആ ബദറിന്റെ വിജയത്തിൽ അവസാനമായിട്ട് മലക്കുകൾ ഇറങ്ങിയത് ഖുർആൻ പോലും ശരിവെച്ച യാഥാർത്ഥ്യമത്രേ. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നും വരുന്നാൽ കൽക്കി മലമുകളിൽ വെച്ച് വിദ്യ സ്വീകരിക്കുന്ന ഒരു മഹാനാണ്. അള്ളാന്റെ റസൂലിന് എവിടെ നിന്നാണ് വഹ്യി ലഭ്യമായത്? ആരംഭം കുറിച്ചത് എവിടെ നിന്നാണ്? ഹിറായിൽ വെച്ചാണ്. ഹിറാ ഗുഹയിൽ വെച്ചല്ലയോ പ്രിയപ്പെട്ടവരെ? അതുപോലെ കൽക്കിയെ കുറിച്ച് വീണ്ടും കാണാം. കൽക്കി തന്റെ 4 അനുചരന്മാരുമായി നിന്നുകൊണ്ട് അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യുമെന്ന് പറയുമ്പോ അള്ളാന്റെ റസൂലിന്റെ പ്രസിദ്ധരായ അനുചരന്മാർ പിൽക്കാലഘട്ടത്ത് ഖുലഫാഉർ റാഷിദുകൾ എന്നറിയപ്പെട്ട 4 ഖലീഫമാരല്ലയോ പ്രിയപ്പെട്ടവരെ? എന്ന് മാത്രമല്ല, കൽക്കിയെ കുറിച്ച് കൽക്കി പുരാണം പറയട്ടെ, സ്വദേശത്തു നിന്നും ഉത്തരദിക്കിന്റെ മലമുകളിലേക്ക് ആ കൽക്കി പാലായനം നടത്തും. കുറെ വർഷങ്ങൾ കഴിയുമ്പോ സ്വന്തം ദേശത്തേക്ക് കൽക്കി തിരിച്ചും യാത്ര നടത്തുമെന്ന് കൽക്കി പുരാണം പറയുമ്പോ വേദപ്രകാശ് ഉപാധ്യായ പറയുകയാണ്, ഇങ്ങനെ സംഭവിച്ചതും മുഹമ്മദുർ റസൂലുള്ളാഹിയിലാണ്. അവിടെ മക്കയിലുള്ള 10 വർഷം, ആ 10 വർഷക്കാലം കഴിഞ്ഞ് റസൂലുള്ള മദീനയിലോട്ട് പോയി. വീണ്ടും കുറെ വർഷങ്ങൾക്ക് ശേഷം മക്കത്തേക്ക് തിരിച്ചൊരു വരവ് റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതൊന്നും എന്റെ സ്ഥിരീകരണങ്ങളല്ല. വേദപ്രകാശ് ഉപാധ്യായ അദ്ദേഹത്തിന്റെ കൽക്കി പുരാണത്തെ വിശദീകരിക്കുന്നതിൽ വ്യക്തമായും സുവ്യക്തമായും രേഖപ്പെടുത്തിയ രേഖകളാണ്. ഇതൊക്കെയും സമ്മേളിക്കുന്നത്, യോജിക്കുന്നത് അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലാണ് എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, ലോകം അത് ഇന്ത്യ രാജ്യമാകട്ടെ, പാശ്ചാത്യ രാജ്യങ്ങളാകട്ടെ, യൂറോപ്പിന്റെ മണ്ണാകട്ടെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുൻഗാമികളാകട്ടെ, അവരുടെ കാലഘട്ടങ്ങളാകട്ടെ, സർവരും ഏതൊരു കാലഘട്ടത്തിലും ഇങ്ങനൊരു നായകനെ പ്രതീക്ഷിച്ചിരുന്നു. ഇങ്ങനെ പ്രപഞ്ചം പ്രതീക്ഷിച്ച ഒരു നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രിയപ്പെട്ടവരെ,